നമുക്ക് റിയൽ ലൈഫ് സോംബീസിനെ കണ്ടാലോ? ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഒരു സ്നെയിലിൻ്റെ മീറ്റിംഗ് ഡാൻസ് ഒന്നല്ല, ഒരു പാരസൈറ്റ് അറ്റാക്ക് ചെയ്തേക്കുന്ന ഒരു സ്നെയിലാണത്. എ ടൈപ്പ് ഓഫ് ഫ്ലാറ്റ് ബോം. ഈ ഫ്ലാറ്റ് ബോമിൻ്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്ലാറ്റ് ബോംസ് അവരുടെ എക്സ് ഡെപ്പോസിറ്റ് ചെയ്യുക ബേഡ്സിൻ്റെ എക്സ്ക്രീറ്റഡ് വേസ്റ്റിലാണ്. ഈ എക്സ്ക്രീറ്റഡ് വേസ്റ്റ് കഴിക്കാൻ വരുന്ന സ്നെയിൽസിൻ്റെ ബോഡിയിലേക്ക് ഈ പാരസൈറ്റ്സ് എൻ്റർ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ ഈ പാരസൈറ്റ്സ് അവരുടെ കണ്ണുകളെയാണ് അറ്റാക്ക് ചെയ്യുക. ഒരു റിതമിക് പാറ്റേണിൽ ഇങ്ങനെ അവരവരുടെ കണ്ണിങ്ങനെ മൂവ് ചെയ്യിപ്പിക്കും. അപ്പോൾ മുകളിൽ നിന്ന് ബേഡ്സ് നോക്കുമ്പോൾ എന്താ, ഒരു താഴെ ഒരു പുഴു കടന്ന് ഡാൻസ് കളിക്കണം. ഇവരെ ഇത് പുഴുവെന്ന് വിചാരിച്ച് ഈ സ്നെയിൽസിനെ കഴിക്കും. ബാക്കി ഈ ഫ്ലാറ്റ് ബോമിൻ്റെ ലൈഫ് സൈക്കിൾ നടക്കുക ബേഡ്സിൻ്റെ വയറ്റിൻ്റെ ഉള്ളിലാണ്. ഫ്ലാറ്റ് ബോംസ് വീണ്ടും ബേഡ്സിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ എക്സ് ഡെപ്പോസിറ്റ് ചെയ്യും. വീണ്ടും എക്സ്ക്രീറ്റഡ് വേസ്റ്റ് വഴി അത് നിലത്തേക്ക് വരും. സ്നെയിൽസ് ഭക്ഷിക്കും. വീണ്ടും സ്നെയിൽസിനെ അറ്റാക്ക് ചെയ്യും. ഈ ലൈഫ് സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്നെയിൽസിൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഈ പാരസൈറ്റ്സിനുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്നെയിൽസ് സ്വതവേ സൺലൈറ്റുള്ള ഏരിയയിലേക്ക് അങ്ങനെ വരാറില്ല. കാരണം അവിടെ ഒരു ബോഡി സ്ട്രക്ചർ അങ്ങനെയാണ്. പക്ഷേ ഈ പാരസൈറ്റ്സ് സ്നെയിൽസിനെ സൺലൈറ്റുള്ള ഏരിയയിലേക്ക് വരാൻ വേണ്ടി പുഷ് ചെയ്യും. എന്തിനായിരിക്കും? അങ്ങനെ സൺലൈറ്റുള്ള ഏരിയയിലേക്ക് വന്നാലാണ് ബേഡ്സിന് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഇവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻട്രസ്റ്റിംഗ് അല്ലേ?